പ്രകൃതിയുടെ നടുവിൽ നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലം കാണാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കാണണം. നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മടുക്കാത്ത ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ഇവിടേക്ക് എത്തുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യമാണ്. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുള്ള കാടുകൾ, മലനിരകൾ, ശാന്തമായി ഒഴുകുന്ന നദി എല്ലാം കൂടി ഈ സ്ഥലം ഒരു അത്ഭുതകരമായ പ്രകൃതി അനുഭവമാക്കുന്നു. ഇവിടുത്തെ വനപ്രദേശങ്ങളിൽ ആന, കാട്ടുപോത്ത്, മാൻ, വിവിധ പക്ഷികൾ തുടങ്ങിയ നിരവധി വന്യജീവികളും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രേമികൾക്കും ട്രാവൽ ബ്ലോഗർമാർക്കും ഈ സ്ഥലം ഒരു പ്രത്യേക അനുഭവമാണ്. മണിയാർ ഡാം ചുറ്റുപാടുകൾ നാട്ടുകാരുടെ ജീവിതത്തോടും അടുത്ത ബന്ധമുണ്ട്. പ്രധാനമായും കൃഷിക്കും വെള്ളത്തിനും ഈ ഡാം വലിയ സഹായമാണ്. ഇവിടം പത്തനംതിട്ടയിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ്. ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകാൻ പറ്റുക. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് കേട്ടോ, ചെറിയ സ്റ്റെപ്പുണ്ട്, ആ വഴി കയറി പോകാം. നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോ ഇത് കൗണ്ടറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. ഒരു പ്രത്യേക നിർമ്മിതിയാണ് കണ്ടോ, വെള്ളം വരുന്ന കണ്ടോ, അടിപൊളിയല്ലേ, രസമുണ്ട് കാണാനല്ലേ. 1, 2, 3, 4 പില്ലറുണ്ട് കണ്ടോ, 4 പില്ലറിനുള്ളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ 4 ഭാഗവും കാടാണ്. കാടിന് നടുവിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ അധികം ആഴമില്ല. വെള്ളം വീഴുന്ന ഭാഗമായിട്ടും കുറച്ച് വെള്ളം ഉള്ളതായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ ഇറങ്ങി നോക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്, ചിലപ്പോൾ ആഴം കാണും. അതിന്റെ സെന്ററിൽ കൂടെ ഒരു പാലമുണ്ട് കേട്ടോ, അത് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള പാലമാണെന്ന് തോന്നുന്നല്ലോ. അവർക്ക് അത് ചെക്ക് ചെയ്യാനുള്ള പാലങ്ങളൊക്കെയാണ്. എല്ലാം സ്റ്റീൽ സ്ട്രക്ചറാണ്. ഷട്ടറാണ്, വലിയ ഇരുമ്പിന്റെ ഷട്ടറാണ്. സ്പിൽവേ ഗേറ്റുകളാണ്. ഈ ഡാമിന്റെ പ്രധാന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ട്രക്ചറാണ്. അവിടെ ഒരു വീടുണ്ട്, കണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ? നല്ല രസമല്ലേ കാണാൻ? അതിന്റെ മുറ്റമൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടാണ്. പുല്ല്, മറ്റേ ആ ചെടി ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ഇലയുള്ള ചെടി ഉണ്ടല്ലോ, ആ ചെടി വെച്ചാണ് മുറ്റം അലങ്കരിച്ചേക്കുന്നത്. കണ്ടോ, ചെറിയ വീട്, നല്ല രസമുണ്ട് കാണാനത്. അവിടെ റബ്ബറും തോട്ടമാണ് കണ്ടോ, ആ ഭാഗമെല്ലാം റബ്ബറും തോട്ടമാണ്, എസ്റ്റേറ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നടന്നു കയറി പോവാം. ഇതിൻ്റെ നിർമ്മിതി കണ്ടോ, ഏറ്റവും കൂടുതൽ കല്ലുകൾ ഉപയോഗിച്ചും കോൺക്രീറ്റുകൾ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് കണ്ടോ. പിന്നെ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റീൽ വെച്ചാണ്. ഈസി ആയിട്ട് നടന്നു കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100-120 മീറ്ററെങ്കിലും നീളം കാണും ഡാമിൻ്റെ അങ്ങേയറ്റത്ത് വരെ. ഈ പ്രദേശത്ത് പ്രധാനമായിട്ടും ഏകദേശം 3000 മില്ലി ലിറ്റർ മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകളും നല്ല ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇതിൻ്റെ കറക്റ്റ് മാപ്പുകളും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇവിടെ ഒരു കെട്ടിടത്തിൽ വരച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. അത് നല്ല കളറായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ, മഞ്ഞ കളറിൽ. ബ്ലൂ കളർ കാണുന്നതൊക്കെ വാട്ടർ ആണെന്ന് തോന്നുന്നു, പച്ച കാണുന്നതൊക്കെ റെയിൻ ഫോറസ്റ്റ് ആണ്. പമ്പ ഇറിഗേഷൻ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കനാലിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ വർക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ഈ വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് മറ്റേ ക്യാമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ബൈക്കൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് എന്നാലും ചോദിച്ചു നോക്കാം. അതുകൊണ്ട് ഇത്രയും വെള്ളം നമ്മൾ ഹോൾഡ് ചെയ്തേക്കാണ് ഈ ഡാം വെച്ച്. വെള്ളം കുറഞ്ഞു, വെള്ളം കുറവല്ലേ? വെള്ളമുണ്ട്, വെള്ളം കുറവാ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും നല്ല കാഴ്ചയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ട്, ഓപ്പൺ, കുഴപ്പമില്ല. ആ, ഓഫീസാണ്. എത്ര മനോഹരമാണ് ഈ കാഴ്ചയിലെ, അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ട, ആകാശത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു, താഴെ മലനിരകൾ, നിശബ്ദമായി കിടക്കുന്ന വെള്ളവും താഴെ അതിമനോഹരമായ കാഴ്ച. കണ്ടോ, അതിൻ്റെ നിഴല് കണ്ടോ, നല്ല രസമുണ്ട്. നല്ലൊരു പോർട്രേറ്റിനുള്ള നല്ലൊരു പ്ലേസാണിത്. സൂര്യൻ്റെ പ്രതിബിംബവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? നമ്മൾ ഈ കാണുന്ന ആറാണ് കക്കട്ടാറ്. അവിടെ ഇതാണ്ട് ഇതുപോലെ വലിയ ഷീറ്റുകൾ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വലിയ ഷട്ടറാണ് കേട്ടോ. ഇതിന്റെ അടിയിലോട്ടുമുണ്ട്. അത്രയും വെള്ളം കട്ടി നിൽക്കുന്നതാണ് ഈ ഏരിയ. കേട്ടോ, എന്ത് രസമുണ്ട് കാണാൻ അല്ലേ? ഇവിടെ നിന്ന് ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് പോയി കാണാൻ പറ്റും. പ്രകൃതിയുടെ നടുവിൽ നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലം കാണാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കാണണം. ഇതുപോലുള്ള പ്ലേസുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണുന്നതാണ്. ഈ നദിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തെല്ലാം ജീവികളാണ് ഇവിടെ അല്ലേ? മത്സ്യങ്ങൾ, അതുപോലെ തന്നെ കിളികൾ, അങ്ങനെ കാടിൻ്റെ മിക്കവാറും ജീവജാലങ്ങളെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇവിടുന്ന് ചെറിയൊരു പാലമുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷനൊക്കെ നടത്താൻ വേണ്ടി ഉള്ള ചെറിയ പാലമാണ്. കണ്ടോ, മുകളിലും ഉണ്ട് ചെറിയൊരു പാലം. കണ്ടോ, ഈറ്റയുടെ പ്ലാന്റ് അല്ലേ? എത്ര വർഷമായി കാണാം? അത് എത്ര വർഷമായി കാണാം ചേട്ടാ? അത് ഈറ്റ പ്ലാന്റ് നേരെ ഉണ്ടല്ലേ? ഇത് ഡാം വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 61 അല്ലേ? എത്ര വർഷമായിട്ടുണ്ട്? 93 എനിക്ക് 3 വയസ്സുള്ളപ്പോ. ആറന്മുള നാക്കാലിക്കലല്ല. നാക്കാലിക്ക ഇപ്പൊ താമസിക്കുന്നു. നാക്കാലിക്ക ഞാൻ വീടാ. ശരി, പോയി വരുമോ? വീട്ടിൽ വരുമോ? പോയിട്ട് വരുമോ? ഇവിടെ കണ്ട ഒരു തേനീച്ച കൂട് കണ്ടോ? വൻതേനാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ തേനാണ്. വലിയ തേനീച്ച കൂട് കാണോ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ടാറ്റയുടെ റബ്ബർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് കാണാം. അത് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ കൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ പോകാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങനെ തീരുമാനിച്ച് ഇവിടെ നിന്ന് ഓരോരുത്തർക്ക് ഫോട്ടോ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം അവൻ്റെ ഫോട്ടോ എടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ ഫോട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഫോട്ടോ എടുത്ത് ഞാൻ അടുത്ത ഒരു ലൊക്കേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം കുറച്ച് സമയം കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ഈ കാട്ടിലെ പ്രധാനമായിട്ടും ഉള്ള ജീവികളെക്കുറിച്ച് നമുക്ക് പറയാം. കൂടുതലും ആനകളാണുള്ളത്. ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി, മാനുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, പക്ഷികൾ, പലതരം പക്ഷികളുണ്ട്, പിന്നെ
ഹോൺബില്ലുണ്ട്, കിങ്ഫിഷർ ഉണ്ട്, അതേ ഇതിന്റെ എടുക്കാം. അതുപോലെ വിവിധ വനപക്ഷികളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി നിരീക്ഷകർക്ക് പറ്റിയൊരു പ്രദേശമാണ് ഈ പറയുന്ന നമ്മുടെ മണിയാറ്. നമ്മുടെ ഈ ഡാമിന് അടുത്തുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാറ്, സീതത്തോട്, വടശ്ശേരിക്കര, കോന്നി ആണ് ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങൾ. ഇവിടുത്തെ ജനങ്ങൾ കൂടുതലും കർഷകരും റബ്ബർ തോട്ട തൊഴിലാളികളും വന തൊഴിലാളികളും ആദിവാസി സമൂഹങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അടുത്ത പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് ട്രക്കിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം ഈ ആറിനോട് ചേർന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് നടത്താം. അതാകുമ്പോൾ നല്ല സേഫും ആയിരിക്കും, നല്ല കാഴ്ചകളും കാണാൻ പറ്റും. അങ്ങനെ പറ്റിയൊരു നല്ല പ്രദേശമാണ് ഈ മണിയാറ് പ്രദേശം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ആനത്താരികളും മറ്റും ഇവിടെ കാണും. പിന്നെ ഇവിടെ ആദിവാസികൾ താമസിക്കുന്ന പ്രദേശങ്ങളും അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് പോയി ട്രക്കിങ് നടത്തി അകത്തുള്ളിലൊക്കെ കണ്ടിട്ട് വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ താമസിക്കുന്ന ഇടത്ത് അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ട്രക്കിങ്ങിനൊക്കെ പറ്റുന്ന ഏരിയ. പണ്ട് ഇവിടെയൊക്കെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിവ്. പക്ഷേ ഇപ്പോഴൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ആവശ്യത്തിൽ കൂടുതലുള്ള ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരവർഷം ഫേസ്ബുക്കിലൊക്കെ പ്രതീക്ഷിക്കാം. ഇത് ട്രാവൽ വിത്ത് അനശ്വർ. ഇനിയും ഇത്തരത്തിലുള്ള യാത്രകളും പുതിയ സ്ഥലങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. ഇപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഓക്കെ, അവിടെ ഇപ്പോൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അകത്തോട്ട് പ്രവേശനമില്ല. ഞങ്ങള് പിന്നെ വിഷ്വൽസ് നമ്മൾ അവിടെ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ ടൂറിസത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ബിൽഡിംഗ് ഉണ്ടോ, അകത്തോട്ട് ഇപ്പോൾ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു സ്റ്റെയറൊക്കെ ഉണ്ട്, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. വിഷ്വല് കൂടുതൽ അകത്തോട്ട് കയറി എടുക്കുന്നില്ല. അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്ന വിഷ്വൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടവി പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ഓക്കെ, അടവി ചെന്നിട്ട് കൊട്ടവഞ്ചി കയറണം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളിലാണ്. സീസൺ അല്ലാത്തത് കൊണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി പോകാൻ. അങ്ങനെ നമ്മൾ മണിയാർ ഡാം വിട്ടിറങ്ങിയിരിക്കുകയാണ്. ഈ വഴി എന്നും ഓർമ്മയിൽ കാണും. ഇതാണ് AVTയുടെ റബ്ബർ ഫാക്ടറിയാണ് കേട്ടോ. വർഷങ്ങളായെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, എത്രയാണെന്നുള്ളത് എഴുതിയിട്ടൊക്കെ ഉണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കോമ്പൗണ്ട് വാളിൽ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1938 സ്ഥാപിതമായ സ്ഥാപനമാണ് കേട്ടോ. അത്രയ്ക്ക് പഴക്കമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. നമുക്ക് പെർമിഷൻ എടുത്ത് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നടക്കത്തില്ല. ഇനിയിപ്പോൾ അടവി പോകണമല്ലോ. അടവി പോയിട്ട് വന്നിട്ട് നടക്കത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നല്ല ശാന്തമായ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ അലമ്പ് ബഹളം ഒന്നുമില്ല, ഒരു തിരക്കില്ല, ഒന്നുമില്ല. നല്ല രസമുണ്ട് കാണാൻ. നല്ല പ്രദേശം, നല്ല ആൾക്കാർ. അങ്ങനെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഓക്കെ, ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം കേട്ടോ.